പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 72-ാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു. ഓം ക്രിയയൊരു കൂറിത് അവിദ്യ, കേവലം ചിന്മയി മറുകൂറിതു വിദ്യ മായയാലേ. നിയതമിതിങ്ങനെ നിൽക്കിലും പിരിഞ്ഞ ദ്വയപരഭാവന തുര്യമേകിടുന്നു. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. ക്രിയ ഒരു കൂറ്, ഒരു വശത്തു നിന്നും നോക്കുമ്പോൾ ക്രിയകൾ നടക്കുന്നു. ഇത് അവിദ്യ, ഇത് അവിദ്യയാണ്. മറുകൂറ്, ഇതിൻ്റെ എതിർവശത്തു നിന്ന് നോക്കിയാൽ കേവലം ചിന്മയി, ഏകമായ അറിവിൻ്റെ നിറവ് മാത്രം. ഇത് വിദ്യ, ഇത് വിദ്യയാണ്. മായയാലേ, മായ കാരണം ഇത് ഇങ്ങനെ, വിദ്യയും അവിദ്യയും ഇങ്ങനെ, നിയതം എന്നും. പിരിഞ്ഞു നിൽക്കിലും, വേറിട്ട് നിൽക്കും എങ്കിലും, ആ ദ്വയപരഭാവന, വിദ്യ അവിദ്യ എന്ന ദ്വൈതത്തിനപ്പുറത്തുള്ള ആത്മബോധത്തെ ധ്യാനിക്കുന്നതിലൂടെ തുര്യമേകിടുന്നു, തുര്യാനുഭൂതി ഉണ്ടാകുന്നു. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. ഒരു വശത്തു നിന്നും നോക്കുമ്പോൾ ക്രിയകൾ നടക്കുന്നു. ഇത് അവിദ്യയാണ്. ഇതിൻ്റെ എതിർവശത്തു നിന്നും നോക്കിയാൽ ഏകമായ അറിവിൻ്റെ നിറവു മാത്രം. ഇത് വിദ്യയാണ്. മായ കാരണം വിദ്യയും അവിദ്യയും ഇങ്ങനെ എന്നും വേറിട്ട് നിൽക്കുമെങ്കിലും, വിദ്യ അവിദ്യ എന്ന ദ്വൈതത്തിനപ്പുറത്തുള്ള ആത്മബോധത്തെ ധ്യാനിക്കുന്നതിലൂടെ തുര്യാനുഭൂതി ഉണ്ടാകുന്നു. നമുക്കിനി ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് കടക്കാം. മനുഷ്യൻ എന്തെല്ലാം വൈവിധ്യമുള്ള കർമ്മങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? മനുഷ്യൻ ഒരുപാട് കർമ്മങ്ങൾ വൈവിധ്യമുള്ളവ ചെയ്യുന്നുണ്ട്. ഒരു മൃഗത്തിൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം സങ്കീർണതകൾ ഒന്നും തന്നെ കാണാനില്ല. മൃഗങ്ങൾക്ക് എന്ത് സുഖമാണ്, അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, അവർ സുഖമായി ജീവിക്കുന്നു. എന്നാൽ മനുഷ്യൻ ക്രിയകൾ ചെയ്യുന്നത് ഫലോദ്ദേശത്തോടു കൂടിയാണ്. കുറച്ച് സുഖത്തിൽ നിന്നും കൂടുതൽ സുഖമാണ് എല്ലാ കർമ്മങ്ങളുടെയും ലക്ഷ്യം. അസംസ്കൃത വസ്തുക്കളെ സംസ്കരിക്കണമെങ്കിൽ അതിൽ മനുഷ്യൻ അവൻ്റെ അധ്വാനത്തെ ചെലുത്തേണ്ടതായിട്ട് ഉണ്ട്. അങ്ങനെയാണ് ശാസ്ത്രം ഓരോരോ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാലുകൊണ്ട് നടക്കാവുന്ന മനുഷ്യൻ കാറും വിമാനവും കണ്ടുപിടിച്ചതും നിർമ്മിച്ചെടുത്തതും ഈ പറഞ്ഞ ക്രിയകളിലൂടെ തന്നെയാണ്. സുഖത്തിനു വേണ്ടി ക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിദ്യ കാരണമാണ്. എന്തെന്നാൽ സുഖം ക്രിയകളുടെ സ്വഭാവമല്ല, ആത്മാവിൻ്റെ സ്വഭാവമാണ്. ആത്മാവിൻ്റെ സ്വഭാവമായിരിക്കുന്ന സുഖത്തിനു വേണ്ടി കണക്കില്ലാതെ ക്രിയകൾ ചെയ്തു കൂട്ടിയിട്ട് എന്താണ് കാര്യം? എന്തെങ്കിലും കാര്യമുണ്ടോ? അതുകൊണ്ട് യാഗങ്ങളും യജ്ഞങ്ങളും അതുപോലെയുള്ള അനുഷ്ഠാനങ്ങളും ആത്മസാക്ഷാത്കാരത്തിന് പ്രോത്സാഹനം ഒട്ടും തന്നെ അല്ല. ശങ്കരാചാര്യർ ജ്ഞാനത്തെയാണ് കർമ്മത്തിൻ്റെ സ്ഥാനത്ത് ആത്മസാധകമായി കാണുന്നത്. ജ്ഞാനലാപ്തിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നതിലൂടെ ജ്ഞാനകർമ്മ സമുച്ചയദോഷം സംഭവിക്കുമെന്ന് ശങ്കരാചാര്യർ പറയുന്നു. കർമ്മങ്ങളുടെ മറുപുറമായി വരുന്നത് ജ്ഞാനമാണ്. ചിന്മയമായിരിക്കുന്ന ബോധത്തെ അറിയുന്നതാണ് ഇവിടെ വിദ്യ എന്ന് പറയുന്നത്. വിദ്യ ഒരു ജ്ഞാനപ്രക്രിയയാണ്. ഇത് ആന്തരികമായി അറിയേണ്ട ഒന്നാണ്. വിദ്യ ഒരു ജ്ഞാനപ്രക്രിയയാണെന്ന് പറഞ്ഞു, അല്ലേ? അത് ആന്തരികമായി അറിയേണ്ട ഒന്നാണ്. അതിന് കർമ്മത്തിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ വിദ്യയും അവിദ്യയും രണ്ടായി പിരിഞ്ഞ് തന്നെ എപ്പോഴും നിൽക്കുന്നു. ഇവ രണ്ടും മായയുടെ അധീനതയിൽ വരുന്നതാണ്. ജീവന്റെ സന്തുലനാവസ്ഥയ്ക്ക് വിദ്യയും അവിദ്യയും പരസ്പരം സഹായകമായി വർത്തിക്കുമെങ്കിലും പൂർണ്ണമായ ആത്മാനുഭവത്തിന് ദ്വന്ദ്വത്തെയും ഉല്ലംഘിക്കേണ്ടതായിട്ട് ഉണ്ട്. അങ്ങനെ ഒരു ദ്വയപരഭാവനയാണ് തുര്യാനുഭൂതിയിലേക്ക് നമ്മെ നയിക്കുന്നത്. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ,
72-ാം മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനമാണ് നമ്മളിവിടെ നടത്തിയത്. അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.